ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ബ്രാൻഡർ ആൻഡ് സ്പെൻസേഴ്സ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്രാൻഡർ ആൻഡ് സ്പെൻസേഴ്സ് മോഡൽ നമുക്ക് ആദ്യ തിയറി എന്താണെന്ന് നോക്കാം. ബ്രാൻഡർ ആൻഡ് സ്പെൻസേഴ്സ് മോഡൽ ഈസ് എ ഫൗണ്ടേഷണൽ ഫ്രെയിംവർക്ക് ഇൻ സ്ട്രാറ്റജിക് ട്രേഡ് തിയറി. അതായത് സ്ട്രാറ്റജിക് ട്രേഡ് തിയറിയിലെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു മോഡലാണിത്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ രണ്ട് എക്കണോമിസ്റ്റുകൾ ചേർന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജെയിംസ് ബ്രാൻഡറും ബാർബറ സ്പെൻസറും 1981 ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇത് എക്സാമിൻ ചെയ്യുന്നത് ഹൗ ഗവൺമെൻറ്റ്സ് ക്യാൻ യൂസ് ട്രേഡ് പോളിസി, അതായത് പ്രത്യേകിച്ചും സബ്സിഡീസ്, ടാരിഫ്, ഇങ്ങനെയുള്ള ട്രേഡ് പോളിസികളല്ലേ, ഇത് എന്തിനു വേണ്ടിയിട്ട് ടു എൻഹാൻസ് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് ഡൊമസ്റ്റിക് ഫേംസ്. അതായത് ഡൊമസ്റ്റിക് ഫേംസിൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എൻഹാൻസ് ചെയ്യുന്നതിന് ഇവരെങ്ങനെ ഈ പോളിസിക്ക് ഉപയോഗിക്കുന്നുള്ളത് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലാണ് കേട്ടോ. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ എസ്പെഷ്യലി ഇൻ ഇൻഡസ്ട്രീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒളിഗോപ്പൊളി. പ്രത്യേകിച്ച് ഇത് ഒളിഗോപ്പൊളി മാർക്കറ്റിലാണ് ഈ ഒരു പോളിസിയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒളിഗോപ്പൊളി നമുക്കറിയാം, ഫ്യൂ ലാർജ് ഫേംസ് കമ്പീറ്റിംഗ് എന്നുള്ളത്. അതായത് ഒരു വിരലെണ്ണാവുന്ന കുറച്ച് ഫേംസ് കമ്പീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഫോമാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. അവിടെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ തിയറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ദ മോഡൽ. അതായത് ഒന്നാമത് ഫോക്കസ് ഓൺ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ദ മോഡൽ അസ്യൂംസ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് നോട്ട് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ബട്ട് ഇൻസ്റ്റെഡ് ഡോമിനേറ്റഡ് ബൈ എ സ്മാൾ നമ്പർ ഓഫ് ലാർജ് ഫേംസ്. അതിനെയാണ് ഒളിഗോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. വിച്ച് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദെയർ ഡിസിഷൻ മേക്കിംഗ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്നുള്ളത്. ഒരു ഫേമിൻ്റെ ഡിസിഷൻ മറ്റൊരു ഫേമിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫേംസ് എൻഗേജ് ഇൻ സ്ട്രാറ്റജിക് ബിഹേവിയർ ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അതായത് അവരെന്ത് ചെയ്യും, സ്ട്രാറ്റജിക് ഓരോ ഫേമിൻ്റെയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് ഒരു സ്ട്രാറ്റജിക് ബിഹേവിയറാണ് അവർ ഫോളോ ചെയ്യുന്നത്. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഹൗ ദെയർ ആക്ഷൻസ് അഫക്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഒരു ഫേം എടുക്കുന്ന തീരുമാനം മറ്റു ഫേമിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് മുൻനിർത്തിയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതെല്ലാം ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സാണ് കേട്ടോ. അപ്പം ഈ ഒളിഗോപ്പൊളിയിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അടുത്തെന്ന് വെച്ചാൽ ഗെയിം തിയററ്റിക് അപ്രോച്ചാണ്. അതായത് ഗെയിം തിയറിയെ പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് കണ്ടില്ലാത്തവർക്ക് എൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു തിയററ്റിക് അപ്രോച്ചിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ബ്രാൻഡർ ആൻഡ് സ്പെൻസർ യൂസ് ഗെയിം തിയറി ടു മോഡൽ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഫേംസ്. ഇത് ഡൊമസ്റ്റിക് ഫേംസും ഫോറിൻ ഫേംസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഈ ഒരു ഗെയിം തിയറിയുടെ ബേസിലാണ് വരുന്നതെന്നുള്ളതാണ്. അടുത്തത് എ ടിപ്പിക്കൽ സിനാരിയോ ഇൻവോൾവ്സ് ടു ഫേംസ്. ഇതിൽ രണ്ട് ഫേംസ് ഉണ്ടാവും, വൺ ഡൊമസ്റ്റിക് ആൻഡ് വൺ ഫോറിൻ. ഒരു ഡൊമസ്റ്റിക് ഫേമും ഉണ്ടാവും, ഒരു ഫോറിൻ ഫേമും ഉണ്ടാവും. അതാണ് അവർ ഈ സന്ദർഭത്തിൽ വരുന്ന ഫേംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പീറ്റിംഗ് ഇൻ എ തേർഡ് കൺട്രി മാർക്കറ്റ് മറ്റൊരു രാജ്യത്ത് ആണ് ഇതെന്ത് ചെയ്യുന്നത്, മറ്റൊരു രാജ്യത്തിൻ്റെ മാർക്കറ്റിലാണ് ഇത് കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സെനാരിയോ ആണ് ഇതിനുള്ളത്. അടുത്തത് എക്സ്പോർട്ട് സബ്സിഡി ആസ് എ സ്ട്രാറ്റജിക് ടൂൾ. അതായത് എക്സ്പോർട്ട് സബ്സിഡി കൊടുത്തിട്ട് എക്സ്പോർട്ട് കൂട്ടുന്ന ഒരു തന്ത്രം, അതാണ് ഇവിടെ സ്ട്രാറ്റജിക് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്ന് വെച്ചാൽ ദ ഗവൺമെൻറ് പ്രൊവൈഡ്സ് എ സബ്സിഡി ടു ദ ഡൊമസ്റ്റിക് ഫേമിന് കൂടുതൽ സബ്സിഡി കൊടുക്കും. അപ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഇളവുകൾ കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പം ടു ലോവർ ഇറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അപ്പം എനേബിളിംഗ് ഇറ്റ് ടു ഇൻക്രീസ് ഔട്ട്പുട്ട് ഓർ റെഡ്യൂസ് പ്രൈസസ്. അതായത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ അവർ പ്രാപ്തരാകും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ അവർ കേപ്പബിൾ ആവും. ദിസ് ഷിഫ്റ്റ്സ് ദ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഇൻ ഫേവർ ഓഫ് ദ ഡൊമസ്റ്റിക് ഫേം. അപ്പോൾ ഡൊമസ്റ്റിക് ഫേമിൻ്റെ ഫേവറായിട്ട് ആ മാർക്കറ്റ് ഇക്വിലിബ്രിയം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അലോയിങ് ഇറ്റ് ടു ക്യാപ്ചർ ദ ലാർജർ മാർക്കറ്റ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഫേം എന്ത് ചെയ്യും, ലാർജർ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം സബ്സിഡിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. മാർക്കറ്റ് ഷെയർ ആൻഡ് പൊട്ടൻഷ്യലി ഡ്രൈവ് ദ ഫോറിൻ കോമ്പറ്റീറ്റർ ഔട്ട് ഓർ ഡിറ്റർ എൻട്രി. അതായത് ഫോറിൻ കോമ്പറ്റീറ്ററിനെ പുറത്താക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൽ നിന്ന് അവരെ ഭയപ്പെടുത്തി നിർത്തുകയോ ചെയ്യുന്നു. അടുത്ത് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ആണ്. അതായത് ദ മോഡൽ ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ ആൻ എക്സ്പോർട്ട് സബ്സിഡി ക്യാൻ ഷിഫ്റ്റ് പ്രോഫിറ്റ്സ് ഫ്രം ദ ഫോറിൻ ഫേം ടു ദ ഡൊമസ്റ്റിക് ഫേം. ഫോറിൻ ഫേമിൽ നിന്ന് ഡൊമസ്റ്റിക് ഫേമിലേക്കാണ് പ്രോഫിറ്റിൻ്റെ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അത് അറിയാലോ ഈ സബ്സിഡിയുടെ ഫലമായിട്ട്. പൊട്ടൻഷ്യലി ഇൻക്രീസിങ് നാഷണൽ വെൽഫെയർ ഡെസ്പൈറ്റ് ദ സബ്സിഡീസ് കോസ്റ്റ്. അതായത് സബ്സിഡി കൊടുക്കുന്നതിന് ഗവൺമെൻറ് ഒരുപാട് കോസ്റ്റ് ഉണ്ട്, ബിസിനസ്സുകൾക്ക് ഇളവ് കൊടുക്കുന്നതിന്. അപ്പോൾ ഈ കോസ്റ്റ് കവർ ചെയ്തുകൊണ്ടാണ് ആ ഒരു വെൽഫെയർ വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നു. ദിസ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഇൻഡസ്ട്രീസ് വെയർ, അതായത് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. അതായത് ഒരുപാട് എക്കണോമിക്സ് ഓഫ് സ്കെയിലുള്ള ഇൻഡസ്ട്രീസിന് ഇത് എഫക്റ്റീവാണ്. ഓർ ഹൈ ഫിക്സ്ഡ് കോസ്റ്റ്, അതായത് എക്കണോമിക്സ് ഓഫ് സ്കെയിലോ ഹൈ ഫിക്സ്ഡ് കോസ്റ്റോ ഉള്ള ഇൻഡസ്ട്രീസിനാണ് ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്. അടുത്തത് കോർണർ കോമ്പറ്റീഷൻ. ഇത് ഒളിഗോപ്പൊളി മാർക്കറ്റിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ബ്രാൻഡർ ആൻഡ് സ്പെൻസർ ടിപ്പിക്കലി മോഡൽ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫേംസ് ആസ് കോർണർ കോമ്പറ്റീഷൻ. അതായത് ഫേംസിൻ്റെ ഇൻട്രാക്ഷൻ കോർണർ കോമ്പറ്റീഷനാണ് ഇവർ ഇത് കണക്കാക്കുന്നത്. വേർ ഫേംസ് കമ്പീറ്റ് ബൈ സെറ്റിംഗ് ക്വാണ്ടിറ്റീസ്. അവർ ക്വാണ്ടിറ്റീസ് സെറ്റ് ചെയ്തുകൊണ്ടാണ് എത്ര ഉൽപ്പന്നം ഉണ്ടാക്കുന്നു എന്നത് ആശ്രയിച്ചാണ് അവർ മത്സരിക്കുന്നത്. റാദർ ദാൻ പ്രൈസ്. ഇതിലുപരി പ്രൈസ് സെറ്റ് ചെയ്തുകൊണ്ടല്ല, പ്രൈസിലുപരി അവർ ആ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തുകൊണ്ടാണ് അവർ കമ്പീറ്റ് ചെയ്യുന്നത്.
ഇനി നമുക്കിതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ സെറ്റപ്പ് ഓഫ് ദ മോഡൽ. അതായത് 2 ഫേംസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് എ ഡൊമസ്റ്റിക് ഫേമിൻ്റെ ആദ്യത്തെ അക്ഷരം ഡി, അതുകൊണ്ട് ഫേം ഡി എന്ന് കൊടുക്കുന്നു. ആൻഡ് എ ഫോറിൻ ഫേം, ആ ഫോറിൻ ഫേമിനെ ഫേം എഫ് എന്ന് കൊടുക്കുന്നു. ഈ 2 ഫേമാണ് ഉള്ളത്. ഇതിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ബോത്ത് ഫേംസ് സെൽ ടു എ തേർഡ് മാർക്കറ്റ്. ഒരു തേർഡ് മാർക്കറ്റിലാണ് ഇവർ സെല് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ എ കൺട്രി ദാറ്റ് ഇമ്പോർട്ട്സ് ദ പ്രൊഡക്റ്റ്. അതായത് 2 ഫേമിൽ നിന്ന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യത്തിലാണ് ഇവർ വിൽക്കുന്നത്. അവിടെയാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ദ 2 ഫേംസ് കമ്പീറ്റ് ബൈ സെറ്റിംഗ് ഔട്ട്പുട്ട് ലെവൽസ് ലീഡിങ് ടു ആൻ ഇക്വിലിബ്രിയം ദാറ്റ് സ്പ്ലിറ്റ്സ് മാർക്കറ്റ് പ്രോഫിറ്റ്. അതായത് ഈ മാർക്കറ്റ് പ്രോഫിറ്റ് 2 ഫേമിനും, ഫേം ഡി അതായത് ഡൊമസ്റ്റിക് ഫേമിനും ഫേം എഫ് ഫോറിൻ ഫേമിനും പ്രോഫിറ്റ് ഇങ്ങനെ ഷിഫ്റ്റായിട്ട് പോവുകയാണ്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിത്ത് എ സബ്സിഡി കൊടുക്കുന്ന ആർക്കാണ്? ഡൊമസ്റ്റിക് ഫേമിന്. സബ്സിഡി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഡൊമസ്റ്റിക് ഫേംസ് മാർജിനൽ കോസ്റ്റ് ഡിക്രീസസ്. അവരുടെ മാർജിനൽ കോസ്റ്റ് കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് അലോയിങ് ഇറ്റ് ടു പ്രൊഡ്യൂസ് മോർ പ്രോഫിറ്റബിളി ആൻഡ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്. അവർ കൂടുതൽ ലാഭകരമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ആ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറിയുടെ വിമർശനങ്ങൾ നോക്കാം, ക്രിറ്റിസിസംസ്. അതിൽ ഒന്നാമത്തത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. പ്രാക്ടിക്കലായിട്ട് ഇത് നടക്കത്തില്ലെന്നുള്ളതാണ്. അതായത് ഐഡൻറ്റിഫൈയിങ് ഇൻഡസ്ട്രീസ് വെയർ ഇൻ്റർവെൻഷൻ വിൽ ഈൽഡ് നെറ്റ് നാഷണൽ ബെനിഫിറ്റ്സ് ഈസ് കോംപ്ലക്സ് ആൻഡ് പ്രോൺ ടു എറേഴ്സ്. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്തിട്ട് ആ ഒരു നാഷണൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അതത്ര ഒരു സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ചില എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതൊരു വിമർശനമാണ്. സബ്സിഡീസ് മേ ലീഡ് ടു ഇൻഎഫിഷ്യൻസി. അതായത് കൂടുതൽ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു ഇൻഎഫിഷ്യൻസിയിലേക്ക് നയിക്കും. അവിടെ ഗവൺമെൻറ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാവുക, അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ആൻഡ് റെൻറ്റ് സീക്കിംഗ് ബിഹേവിയർ ബൈ ഫേംസിൻ്റെ റെൻറ്റ് സീക്കിംഗ് ബിഹേവിയർ എന്നൊരു പ്രതിഭാസത്തിലേക്കും ഇത് നയിക്കുന്നത്. അതൊരു വിമർശനമാണ്. അടുത്തത് ഗ്ലോബൽ വെൽഫെയർ കൺസേൺസ് ആണ്. അതായത് വൈൽ ദ ഡൊമസ്റ്റിക് കൺട്രി മൈറ്റ് ഗെയിൻ, അതായത് ഡൊമസ്റ്റിക് കൺട്രിക്ക് എന്താണ് കൂടുതൽ സബ്സിഡി കിട്ടി അവർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലോബൽ വെൽഫെയർ മേ ഡിക്രീസ്. അപ്പോൾ അവിടെ ഗ്ലോബൽ വെൽഫെയർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോബലി ആ പ്രൊഡക്റ്റിന് സെയിൽ നടക്കുന്നില്ല. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അവിടെ പ്രശ്നമാണ്. അത് അവരുടെ വെൽഫെയർ കുറയുകയാണ് ചെയ്യുന്നത് ഡ്യൂ ടു ഡിസ്റ്റോർട്ടഡ് കോമ്പറ്റീഷൻ ആൻഡ് ഓവർ പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഡൊമസ്റ്റിക് കൺട്രി ഓവർ പ്രൊഡക്ഷൻ നടത്തി അവർ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊരു മറ്റു വിമർശനമാണ്. അടുത്തത് അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ്. അതായത് ഇതിൻ്റെ അസംഷൻസ് ഒക്കെ അൺറിയലിസ്റ്റിക് എന്നാണ് പറയുന്നത്, യാഥാർത്ഥ്യമല്ലാത്ത എന്നാണ് പറയുന്നത്. ദ അസംഷൻസ് ഓഫ് നോ റിട്ടാലിയേഷൻ. അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ച് അവർ പ്രതികരിക്കത്തില്ലേ, അതിനൊരു തിരിച്ചടി ഉണ്ടാവത്തില്ലേ. അതായത് കൂടുതൽ സബ്സിഡി കൊടുത്ത് ഒരു രാജ്യം ഇങ്ങനെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങൾ അതിനോട് പ്രതികരിക്കും, അതിന് റിട്ടാലിറ്റി, അതിന് തിരിച്ചടി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിൽ പറയുന്നില്ല, ഈ തിയറി പറയുന്നില്ല. ഓർ പെർഫെക്റ്റ്ലി പ്രെഡിക്റ്റബിൾ ഔട്ട്കംസ് ആണ് ഉണ്ടാവുന്നത് എന്നും ഇതിൽ പറയുന്നുണ്ട്. മേ നോട്ട് റിഫ്ലക്റ്റ് ആക്ച്വൽ ട്രേഡ് ഡൈനാമിക്സ്. അത് ഇതൊന്നും ആക്ച്വൽ ആയിട്ടുള്ള ട്രേഡ് ഡൈനാമിക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇത് മറ്റൊരു വിമർശനമാണ്. Despite its limitations, Brander and Spencer's model remains a cornerstone of modern trade theory. അതായത് ഈ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒക്കെ പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ മോഡൽ എന്ന് പറയുന്നത് മോഡേൺ ട്രേഡ് തിയറിക്ക് ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഓഫറിംഗ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക്സ് ഓഫ് സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി. അതായത് സ്ട്രാറ്റജിക് ട്രേഡ് പോളിസീസിന് ആ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പൊട്ടൻഷ്യലായിട്ടുള്ള റിസ്ക്സ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഇൻസൈറ്റ്സ് കൊടുക്കുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.